നമസ്കാരം. അമ്പലത്തിൽ എത്രയോ ആൾക്കാർ സേവകൾ ചെയ്യുന്നുണ്ട്. കുറേ വർഷങ്ങളായി സേവകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു പരാതി, നമ്മൾ ഇത്ര കാലം സത്കർമ്മങ്ങൾ ചെയ്തു, പുണ്യങ്ങൾ ആർജിച്ചു, പക്ഷെ എന്നാലും നമ്മളുടെ ജീവിതം മെച്ചമാവുന്നില്ല. നമ്മൾക്ക് ധനം, വൈഭവം, അങ്ങനെ ഓരോ ആശയുള്ള കാര്യങ്ങൾ കിട്ടുന്നില്ല. അതിനെന്താ കാരണം? നമുക്കൊന്നൊരു ചെറിയൊരു ഉദാഹരണത്തിൽ ആലോചിക്കാം. ഒരു ദമ്പതി ഉണ്ടായിരുന്നു, വളരെ ധനമുള്ളൊരു ദമ്പതി, വലിയ പൈസക്കാരാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ അവർ കുറച്ച് ആൾക്കാരെ ക്ഷണിച്ചിട്ട് അവരെ ഊണിന് വിളിച്ചു. വരൂ, നമ്മളുടെ വീട്ടിലേക്ക് വരൂ. അവരെ സ്വീകരിച്ചു. അപ്പോൾ സ്വീകരിക്കാൻ ആരെയാണ് അവർ ഉപയോഗിക്കുന്നത്? അവരുടെ വീട്ടിലുള്ള സേവകന്മാരെ, ജോലിക്കാരെ വിളിച്ചിട്ട് വന്നു. അവരെ വിളിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. വരൂ, ഇരിക്കാൻ അവർക്ക് സ്ഥലം കൊടുത്തു. പിന്നെ അവർക്ക് ആഹാരങ്ങൾ, കുറേ പാചകങ്ങൾ തയ്യാറാക്കി അവർക്ക് ആഹാരങ്ങൾ വിളമ്പി. എങ്ങനെ വിളമ്പും? നല്ല മധുരമായിട്ടുള്ള വാക്കുകൾ പറഞ്ഞ് നന്നായിട്ട് ചിരിച്ച് സന്തോഷത്തോടെ അവരെ സ്വീകരിക്കും. പക്ഷേ നിങ്ങൾ എത്രയോ അമ്പലങ്ങളിൽ പോയിട്ടുണ്ടാവും. ആ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഇതേപോലെയാണോ നിങ്ങളുടെ സ്വീകരണ ആണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതോ നിങ്ങളുടെ അടുത്ത് പറയണു, നീങ്ങൂ, വേഗം പോവൂ, വേഗം കഴിച്ചിട്ട് ഇറങ്ങണം, നീങ്ങിയിരിക്കൂ. അങ്ങനെ ഓരോന്ന് ചില ആൾക്കാർ പറയും, ചില ആൾക്കാർ വളരെ മധുരമായിട്ട് നമ്മളുടെ അടുത്ത് സംസാരിക്കും. ഇത് രണ്ടും തമ്മിലും വ്യത്യാസം. അപ്പോൾ ഈ ദമ്പതി ആരെ വിളിച്ചോ വീട്ടിൽ, അവർക്ക് നന്നായിട്ട് സ്വീകരണം അവരുടെ സേവകന്മാർ ചെയ്താൽ ദമ്പതിക്ക് വളരെ സന്തോഷമായിരിക്കും. എൻ്റെ വിരുന്നുകാരെ നന്നായി സത്കരിച്ചുവല്ലോ, എന്നാ കുറച്ച് പൈസ എടുത്തോളൂ, കുറച്ച് എന്തെങ്കിലും അവരുടെ ഉപഹാരം, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ സ്വർണത്തിൻ്റെ ചെയിൻ തന്നെ ആയിരിക്കും, സ്വർണത്തിൻ്റെ ഒരു നല്ല അത് പാരിതോഷമായി കൊടുക്കും. അങ്ങനെയും നടക്കാറുണ്ട് പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ ജീവിതത്തിൽ, അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാലത്ത് അമ്പലങ്ങളിൽ സേവിക്കുന്ന ആൾക്കാർക്ക് ഇത് ആലോചിച്ചാൽ, ഇതിനെപ്പറ്റി ഓർമ്മ വെച്ചാൽ വളരെ ഉപകാരമാണ്. ആരാണ് ഈ ദമ്പതി? കൃഷ്ണനും രാധയും, അല്ലെങ്കിൽ വിഷ്ണുവും ലക്ഷ്മിയും. അപ്പോൾ ലക്ഷ്മിയുടെ വിരുന്നുകാരാണ് ഈ അമ്പലത്തിലേക്ക് വരുന്നവർ. എല്ലാവർക്കും അമ്പലത്തിലേക്ക് വരാനുള്ള സൗഭാഗ്യം കിട്ടില്ല. അമ്പലത്തിലേക്ക് വരാൻ വലിയ സൗഭാഗ്യം, കുറേ പുണ്യം ആർജിച്ചാലേ നമുക്കൊരു അമ്പലത്തിലേക്ക് കയറാൻ പറ്റുള്ളൂ. കാലുണ്ടെങ്കിലും അവിടേക്ക് എത്താൻ പറ്റണ്ടേ? അപ്പോൾ ആ വന്ന വിരുന്നുകാരെ വളരെ നല്ല വാക്കുകളോടെ, നല്ല ഒരു ചിരിയോടെ അവർ അമ്പലത്തിലേക്ക് സ്വീകരിക്കുക. വരൂ, നിങ്ങൾ ഭഗവാന്റെ വിരുന്നുകാരാണ്, ഭഗവാനെ കാണാൻ വന്നിരിക്കുകയാണ്, വരൂ എന്ന് പറഞ്ഞാൽ അവരെ സ്വീകരിക്കുക. അവർ ആഹാരത്തിന് പ്രസാദം കൂട്ടിനിരുന്നാൽ അവരെ വളരെ നന്നായിട്ട് സ്വീകരിക്കുക. വരൂ, ഇവിടെ ഇരിക്കൂ, നിങ്ങൾക്ക് ഫാന് വേണോ, ചൂടെടുക്കുന്നുണ്ടോ, കുറച്ചുകൂടി ചോറാവാമോ, കുറച്ചുകൂടി മോര് തരട്ടെ, കുറച്ചുകൂടെ പായസം തരട്ടെ, സ്നേഹപൂർവ്വം അവർക്ക് കൊടുക്കുക. ഈ കുറച്ച് പേരെ നല്ല സന്തോഷിപ്പിച്ച് അയച്ചാൽ ഭഗവാനും ലക്ഷ്മിക്കും വളരെ സന്തോഷമായിരിക്കും. പക്ഷേ നമ്മൾ കൂടുതൽ ആൾക്കാരെ സ്വീകരിക്കാൻ, കൂടുതൽ ആൾക്കാരെ വരുത്താനുള്ള ഈ ആശയിൽ വന്ന ആൾക്കാർക്ക് എല്ലാവർക്കും കുറച്ച് കൊടുക്കുക, കുറച്ച് അവരെ സ്വീകരിക്കുക, അല്ലെങ്കിൽ വേഗം അവരെ തള്ളി മാറ്റിയാൽ അവർക്ക് മനസ്സിന് വിഷമിക്കുമ്പോൾ, ഭക്തൻ്റെ മനസ്സ് വിഷമിക്കുമ്പോൾ ഭഗവാന് തൃപ്തി കിട്ടില്ല. ഭഗവാന് തൃപ്തി ആയില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പുണ്യമർജിക്കുക? ഇത് നമുക്ക് നന്നായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാവരെയും ഇതേ ഒരു നിവേദനയാണ്. എന്ത് സേവ ചെയ്യുകയാണെങ്കിലും ഭഗവാന്റെ വിരുന്നുകാർക്ക് വേണ്ടി ചെയ്യണം. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സേവ ചെയ്യണത്. ഈ ജോലിയാണ്, ഇത് ജോലിയിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ കിട്ടുന്നുണ്ട്, പക്ഷേ വിശേഷമായിട്ടുള്ള കാര്യം ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു അവസരമാണിത് എൻ്റെ എന്നുള്ള ധാരണയുണ്ടെങ്കിൽ ജീവിതത്തിൽ നന്മകൾ താനേ വരും. ഇത് കുറച്ച് ദിവസം പ്രയോഗത്തിൽ നടത്തി നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരിവർത്തനം വരും. വന്നാൽ നമ്മളെ സൂചിപ്പിക്കൂ. നമസ്കാരം.